മുഹമ്മദ് അല്ലമീൻ എന്നാണ്. ചാനലിൻ്റെ ഒരു GP റൈഡർ പോയി. ഞാനൊരു 5-6 വർഷം മുന്നേ വീഡിയോ തുടങ്ങിയതാണ്. ടിക്ടോക്ക് എന്നൊക്കെ തന്നെ ഓൺ വോയിസ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഗോകുൽ എന്നായിരുന്നു അവൻ്റെ പേര്. അപ്പോൾ ഞാനും അവനെ ഒരുമിച്ചാണ് തുടങ്ങിയത്. അപ്പോൾ എനിക്ക് വീഡിയോ എടുത്തു തരുന്നതും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന അവനായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം അവന് ഐഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെ ക്യാമറയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ക്യാമറയൊക്കെ എടുത്ത് ഒരു വെബ് സീരീസ് തുടങ്ങാൻ വേണ്ടി സമയത്ത് ഒരു ആക്സിഡൻറ്റിൽ അവൻ മരിച്ചുപോയി. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്രഷൻ ആയിരുന്നു. വീട്ടിലൊന്നും പുറത്തൊന്നും ഇറങ്ങത്തില്ല. 2-3 മാസത്തോളം വീടിനകത്തൊക്കെ ആയിരുന്നു. ഇങ്ങനെ ഇരുന്ന് പോയാൽ അവനും എനിക്കും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ചാനൽ തുടങ്ങണം, ഒരു പ്ലേ ബട്ടനെ കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് മനസ്സിൽ വെച്ച് എൻ്റെ മുഹമ്മദ് അല്ലമീൻ തന്നെയായിരുന്നു പേര്, ഇൻസ്റ്റാഗ്രാം പേര്. അത് മാറ്റിയിട്ട് ഞാൻ അവൻ്റെ പേര് GP റൈഡർ ബോയ് എന്ന പേരിട്ട് വീഡിയോ ഇട്ട് തുടങ്ങി. കൊറോണ സമയത്താണ് ഇട്ട ഒരു വീഡിയോ 1 മില്യൺ അടിച്ച്. പിന്നെ പയ്യെ കിടന്ന് ഒരുവിധം വീഡിയോസ് എല്ലാം വൈറലാകാൻ തുടങ്ങി. അതൊക്കെ തന്നെ പിന്നെ വീട്ടുകാർ ഭയങ്കര പ്രഷറായിരുന്നു, ഗൾഫിൽ പോകാനും അത് കണക്ക് തന്നെ വേറെ ഏതെങ്കിലും ജോലിക്ക് പോകാൻ വേണ്ടി. അങ്ങനെ ഡിഗ്രി എനിക്ക് 2 പേപ്പർ ഇപ്പോഴും എഴുതി കിട്ടാണ്, ഞാൻ മനഃപൂർവ്വം എഴുതി എടുക്കാത്തതാണ്. അപ്പം അത് കിട്ടിയിരുന്നെങ്കിൽ എന്നെ ഗൾഫിൽ പറഞ്ഞു വിട്ടേനെ. അത് കണക്ക് തന്നെ KML 6 മാസത്തെ ട്രെയിനിങ്ങിനാണ് പോയി. ഞാൻ അത് 1 വർഷത്തേക്ക് നീട്ടി. കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ ഉച്ചവരെ ഉള്ളൂ അവിടെ. രാവിലെ ഉച്ചവരെ പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വീഡിയോ എടുക്കാൻ പറ്റും. ആ ഒരു രീതിയിൽ ഞാൻ 1 വർഷത്തേക്ക് മാക്സിമം ശമ്പളമൊന്നുമില്ല, അപ്രന്റീസാണ്. 1 വർഷം അവിടെ ജോലി ചെയ്ത് ആ സമയത്തിനുള്ളിൽ എല്ലാം ക്ലിക്കായി. അപ്പോൾ നമ്മൾ ഒരുപാട് പേര് ആദ്യം തുടക്കത്തിൽ കളിയാക്കിയിട്ടുണ്ടായിരുന്നു, നിന്നെക്കൊണ്ട് ഇത് പറ്റുമോ, ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. പക്ഷേ ഇപ്പം അവരൊക്കെ തന്നെ നമ്മളെ വിളിച്ചിട്ട് ഒരു പ്രൊമോഷൻ ചെയ്യാൻ പറ്റുമോ, ഒരു സ്റ്റോറി ഇടുമെന്ന് വെച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം നമ്മളെ കൊണ്ട് വിചാരിച്ച നടക്കാത്തായിട്ടൊന്നുമില്ല. ഇപ്പം എനിക്ക് 13 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് യൂട്യൂബിൽ. ഇൻസ്റ്റയിൽ ഏകദേശം 4 ലക്ഷത്തോളം ആവാറായിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചാൽ ആർക്കാണെങ്കിലും എന്താണെങ്കിലും നടക്കും. ആരും കളിയാക്കുന്നതാണൊക്കെ തന്നെ പുച്ഛിക്കുന്നതൊന്നും നമ്മൾ വകവയ്ക്കാൻ നമ്മുടെ കോൺഫിഡൻസ് നമ്മൾ വിശ്വസിച്ചിരിക്കുക.